ഇന്ന് നമുക്ക് ഈസ്റ്റർ പ്രമാണിച്ച് ഒരു സ്പെഷ്യൽ ഈസി ബാച്ചിലേഴ്സ് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഭയോ ഭയോ ഭയോ. ഇതിന് വളരെ കുറച്ച് സാധനങ്ങളും മതി. എന്തൊക്കെയാന്ന് വെച്ചാൽ തക്കാളി, സബോള, പച്ചമുളക്, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്. ഇത്രയും സാധനം കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി നമുക്കിവിടെ റെഡിയാക്കാം. അതിനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിനകത്ത് അല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ സവോള ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. നല്ല ഗോൾഡൻ കളർ ആവണേടം വരെ ഏകദേശം ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ വഴറ്റുമ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പ് കൂടി ചേർക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ടൊരു 10 മിനിറ്റോളം അത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റണം. ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണ്. അതും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പച്ചമുളക് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പച്ചമുളക് മതി, അധികമൊന്നും വേണ്ട. ഒരു പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇല്ലേ, അത് അതിൻ്റെ കൂടെ ഒന്ന് ചേർക്കണം. എന്നിട്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീർന്നില്ല കേട്ടോ. ഇനി നമുക്ക് ക്യാപ്സിക്കം കൂടി ചേർക്കാനുണ്ട്. അത് വേണം എന്നൊന്നുമില്ല, ഞാൻ ചേർത്തന്നേ ഉള്ളൂ. വേണമെങ്കിൽ ചേർക്കാം. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ ഇതെല്ലാം കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. കാരണം എന്താ, ഇത് ബാച്ചിലേഴ്സ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. അവർക്കാവുമ്പോ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിന് ആ പേര് വന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ എടുത്ത് ഇതിലേക്ക് ചേർക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിന്റെ മെയിൻ സാധനങ്ങൾ ചേർക്കാൻ പോകുന്നത്. അധികമൊന്നുമില്ല, 2 കൂട്ടം പൊടികൾ ചേർത്താൽ മതി. പൊടികളായിട്ട് ശരിക്കും മുളക് പൊടിയും ചിക്കൻ മസാലയും മാത്രം ചേർത്താൽ മതി. 2 ടീസ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി പൊടി ചേർക്കണം, കാരണം കളർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ മസാല ഒരു 3-4 സ്പൂൺ ചേർക്കാം, കാരണം വേറെ പൊടികളൊന്നും നമ്മൾ ഇതിൽ ചേർക്കുന്നില്ലാത്തത് കൊണ്ട് 3-4 സ്പൂൺ ചിക്കൻ മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തതാ സബോള വഴറ്റിയപ്പോൾ, പക്ഷെ നമ്മൾ ചിക്കൻ കറിയിലേക്ക് ആ ഉപ്പ് ചേർന്നിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും. ഒരല്പം കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി വെക്കും. 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കണം. അത് കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കണ്ട. എന്നിട്ട് നമ്മൾ കുക്കർ നന്നായിട്ട് അടച്ച് നമ്മൾ ഒരു 2 വിസിൽ വന്നേടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആഹാ, നമ്മുടെ ബാച്ചിലേഴ്സ് ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഇച്ചിരി മല്ലിയില കൂടി തൂളിയിടണം. അതും വേണമെന്നൊന്നുമില്ല, നമുക്കൊരിതിന് വേണ്ടിയിട്ട് നമുക്ക് തൂളിയിടാം. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വയ്ക്കണം. കാരണം ആ മല്ലിയിലയുടെ സ്വാദ് അതിനകത്തേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മൾ ആ ചൂടോടുകൂടി കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് എടുത്താൽ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡിയായി. ഇതാണ് നമ്മുടെ ഈസി ബാച്ചിലേഴ്സ് ചിക്കൻ കറി.